അത് ജുലൂസ് നാട്യ രൂപാന്തർ കെ ഇബ്രാഹിം അലി കെ എ കഥൻ പടേ. അപ്പോൾ ജുലൂസ് എന്ന നാട്യ രൂപാന്തരത്തിനെ പ്രതി ഇബ്രാഹിം അലിയുടെ കുറച്ച് പോയിൻറ്റ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. ആ പോയിൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് വേണം ഇബ്രാഹിം അലിയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടി. ഹം ദുകാനും ലൂട്ടിനെ ആറ്റ് മോട്ടറെ തോടനെ നഹി നിക്കലേ ഹെ. അപ്പോൾ അത് അദ്ദേഹം ലെസണിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ കടകൾ കൊള്ളയടിക്കാനോ വാഹനങ്ങൾ തട്ടിയോ ഉപദ്രവിക്കാനോ അല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. ആപ്കോ യാ കിസിക്കോ ഹമേ രോക്കിനേക്കാ കോയി ഹക്ക് നഹി ഹെ. താങ്കൾക്കോ വേറെ ആർക്കെങ്കിലോ ഞങ്ങളെ തടയാൻ യാതൊരു അധികാരവും ഇല്ല. ജിസ് ദിൻ ഹം ഈസ് ലക്ഷ്യ പർ പഹുഞ്ച് ജായേംഗെ. ഏത് ദിവസമാണോ ഞങ്ങൾ ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്, ഉസ് ദിൻ സ്വരാജ്യ സൂര്യക്ക ഉദയഹുക. ആ ദിവസം ഞങ്ങളുടെ സ്വരാജ്യത്തിൻ്റെ സൂര്യൻ ഉദിക്കും. ഈ 3 പോയിൻ്റ് അവർ തന്നിട്ടുണ്ട്. ഈ 3 പോയിൻ്റ് വെച്ചിട്ട് വേണം ഇബ്രാഹിം അലിയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ. അപ്പോൾ കഥനോं के आधार पर ഇബ്രാഹിം അലിക്ക് ചരിത്ര पर टिप्पणी लिखी. അപ്പോൾ തന്നിരിക്കുന്ന 3 പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഇബ്രാഹിം അലിയുടെ ചരിത്ര ക്യാരക്ടർ അതിനെക്കുറിച്ചൊരു टिप्पणी എഴുതുക, സാരാംശം എഴുതുക. ജുലൂസ് നാടക മുഖ്യ പാത്ര ഇബ്രാഹിം അലി സ്വരാജ്യവും ക നേതാ ഹെ. അപ്പം എന്താ, ജുലൂസ് നാടകത്തിലെ മുഖ്യ കഥാപാത്രമായ ഇബ്രാഹിം അലി സ്വരാജികളുടെ നേതാവാണ്. ഗാന്ധിജിക്ക് ആദർശവും സി പ്രഭാവി. അത് ഗാന്ധിജിയുടെ ആദർശങ്ങളിൽ വളരെ ആകർഷണീയനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അഹിംസ പർ വിശ്വാസ് രഖ്നേവാല വ സച്ച ദേശപ്രേമി और നിഡർ ബി ഹെ. അഹിംസയിൽ കൂടുതൽ വിശ്വസിച്ചിരുന്ന ഇദ്ദേഹം ഒരു സത്യമായ ഒരു ദേശപ്രേമിയായിരുന്നു. ഒരു ഭയമില്ലാത്തൊരു വ്യക്തിയുമായിരുന്നു. ഹിംസ ഏവം ലൂട്ട് പാട്ട് കെ ദ്വാര സ്വതന്ത്രത കി പ്രാപ്തി കഭി നഹി ചാഹത്ത ഹെ. ഹിംസ കൂടാതെ, ഹിംസയില്ലാതെ, ലൂട്ട് പാട്ട് കെ ദ്വാര ദ്രോഹങ്ങളോ കൊള്ളയടികളോ ഇതൊന്നുമില്ലാതെ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കാൻ സാധ്യമല്ല. സ്വതന്ത്രത के लिए अपनी जान तक देने को तैयार हो जाते. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തൻ്റെ ജീവൻ തന്നെ കൊടുക്കാൻ അദ്ദേഹം തയ്യാറാണ്. അതഹ ദാരോഗ കെ ബേട്ടൻ സെ നഹിഡ. അതായത് ആ ഇൻസ്പെക്ടർ ഉണ്ടല്ലോ ബീർബൽ സിംഗ്, അദ്ദേഹത്തിൻ്റെ ദ്രോഹത്തെ കൂടി അദ്ദേഹം ഭയക്കുന്നില്ല. സംശയം एक सच्चा नेता മാനവതാവാദി അഹിംസാവാദി और പരോപകാരി ഹെ ഇബ്രാഹിം അലി. ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹം ഒരു നല്ലൊരു നേതാവും മാനവതാവാദി, മനുഷ്യരെ മനസ്സിലാക്കുന്നൊരു വ്യക്തിയും അഹിംസാവാദിയായിരുന്നു. മറ്റുള്ളവരെ പരോപകാരി ഹേ, പരോപകാരവും ചെയ്യുന്ന ഒരു വ്യക്തിയുമായിരുന്നു ഇബ്രാഹിം അലി. ഇത് വീർബൽ സിംഗ് का ये कथन पढ़िए और ചരിത്ര ചിത്രം കരെ. അടുത്തത് വീർബൽ സിംഗിൻ്റെ പോയിൻറ്റ്സ് വായിച്ച് നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ എക്സാമിന് വരുമ്പോൾ നിങ്ങൾക്ക് ഈ 3 പോയിൻറ്റ്സ് തന്നിട്ടായിരിക്കും അതിൻ്റെ എക്സ്പ്ലനേഷൻ ചെയ്യേണ്ടത് കേട്ടോ. ഹമാര ഹുക്കം ക്യാ ഹാപ്കോ സുനായി നിഹിപ്പെട. ഞങ്ങളുടെ ആജ്ഞ നിങ്ങൾ കേട്ടില്ലേ എന്നാണ് പറയുന്നത്. ഫിർ യെ സോച്ച ബഹുത്ത് നുക്സാൻ ഉഡാന പടേക. ഇല്ലെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. സിപ്പാഹിയോ ലാട്ടി ചാർജ് കരോ. പടയാളികളോട് പറയുന്നതാണ് ലാട്ടി ചാർജ് ചെയ്യൂ. ഈ 3 പോയിൻറ്റ്സാണ് വീർബൽ സിംഗ് ജനങ്ങളോട് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇനിയുള്ള ഇത്. വീർബൽ സിംഗ് അംഗ്രേസ് സർക്കാർ ക ദാരോഗ ഹെ. വീർബൽ സിംഗ് എന്താണ്, ഇംഗ്ലീഷ് സർക്കാരിൻ്റെ ഇൻസ്പെക്ടറാണ്. വഹേക്ക് ഭാരതീയ. അദ്ദേഹം ഭാരതീയനാണെങ്കിൽ കൂടിയും ഇംഗ്ലീഷുകാരെ കൂടെ ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഫിർ ബി അംഗ്രേസോं के लिए काम करता है. അതായത് ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. ദേശപ്രേമി നഹി. അദ്ദേഹം ദേശപ്രേമി ഒന്നും അല്ല. അതുകൊണ്ടാണല്ലോ ഇംഗ്ലീഷുകാരെ കൂടി നിൽക്കുന്നത്. ഭാരത ഹോക്കർ ബി സ്വരാജ്യം കെ ജുലൂസ് കോ രോക്താ ഹെ. അതായത് ഭാരതീയനായിട്ട് പോലും സ്വരാജികളുടെ ആ ജാഥയെ അദ്ദേഹം തടയുന്നുണ്ട്. വഹേക്ക് നിർദ്ദയ് ദാരോഗ. അതായത് ഒരു ദയയില്ലാത്തൊരു ഇൻസ്പെക്ടറാണ്. ജുലൂസ് മേ ഭാഗലേയെ സ്വരാജ്യം കോ ബഡി ക്രൂരദാസെ മാർത്ത. അപ്പോൾ ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന സ്വരാജികളെ വളരെ ക്രൂരതയോടെ അദ്ദേഹം ഉപദ്രവിക്കുന്നുണ്ട്. ഉസ്കെ മൻ കെ ഉൻകെ പ്രതി കോയി സഹാനുഭൂതി നഹി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അവരെ പ്രതി ഒരു സഹാനുഭൂതിയും ഇല്ല. വോ ബഡ ജല്ലാദ് ഹെ. അതായത് ഭയങ്കര ദ്രോഹം ചെയ്യുന്നൊരു ദുഷ്ടനായ ഒരു വ്യക്തിയാണ്. ജുലൂസ് കെ നേതാ ഇബ്രാഹിം അലിക്ക് ഊപ്പർ ഘോഡോങ്കോ ചടാത്ത ഹെ. അതായത് ജുലൂസിൻ്റെ നേതാവായ ഇബ്രാഹിം അലിയുടെ മേത്ത് കുതിരകളെ കൊണ്ട് ചവിട്ടിക്കുന്നുണ്ട്. അന്തമേ വോ ദേശപ്രേമി ആപ്പനെ കർമ്മോം പർ പശ്ചാത്ത. പക്ഷെ അവസാനം അദ്ദേഹം ദേശദ്രോഹിയായ കൂടിയും അദ്ദേഹം തൻ്റെ കർമ്മങ്ങളിൽ താൻ ചെയ്യുന്ന പ്രവർത്തികൾ പശ്ചാത്തപിച്ചിട്ട് അവർ സച്ച ദേശഭക്തി ബൻ ജാത്ത. ശരിക്കുള്ള ദേശഭക്തിയായ ഒരു വ്യക്തിയായിട്ട് മാറുന്നുണ്ട്.
അപ്പോൾ എന്താണ്, അദ്ദേഹം ആദ്യം ഭാരതീയനായിരുന്നു എങ്കിൽ കൂടിയും ഇംഗ്ലീഷുകാരുടെ ഒപ്പം നിന്ന് ഭാരതീയരെ ദ്രോഹിക്കുന്നൊരു പണിയായിരുന്നു ബീർബൽ സിംഗ്. അദ്ദേഹം ഒരു ഇൻസ്പെക്ടറായിരുന്നു. പക്ഷെ അവസാനം ഭാരതീയരെ കൂടെ തന്നെ നിന്ന് അവസാനം ഭാരതീയരുടെ സ്നേഹം മനസ്സിലാക്കി ദേശഭക്തിയായിട്ടൊരു വ്യക്തിയായിട്ട് മാറുന്ന ഒരു കഥാപാത്രമാണ് ബീർബൽ സിംഗ്. ദീൻ ദയാൽ കാ ചരിത്രചിത്രം. അടുത്ത ദീൻ ദയാലിൻ്റെ ചരിത്രചിത്രമാണ്. ഇതിൻ്റെ അകത്ത് എന്താണ്, ജുലൂസ് നിക്കാൽനെ സേ സ്വരാജ് മിൽ ജാത്താ തോ കബ് കാ മിൽ ഗയാ ഹോത്ത. ജുലൂസ്, അതായത് ഘോഷയാത്ര പുറപ്പെട്ടപ്പോൾ സ്വരാജ്യം കിട്ടുവാണെങ്കിൽ എപ്പോഴേ കിട്ടുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അപ്പം ജുലൂസ് കെ ചൗരാസ്തേ പർ പहुंचते ही ഹണ്ടർ ലേക്കർ ബിൽ പടേക. അതായത് ഘോഷയാത്ര നാൽക്കവലയിൽ എത്തുമ്പോഴേക്കും ചാട്ടവാറിന് അടിക്കും എന്നുള്ള രീതിയിൽ ഇദ്ദേഹം ആ ഘോഷയാത്ര കാണാൻ വേണ്ടി നിൽക്കുകയാണ്. ദുകാൻ ബന്ദ് കർ മേ ബി തുമ്ഹാരെ സാത്ത് ചൽത്താ ഹും മൈക്കു. അപ്പം കട അടച്ചിട്ട് ഞാനും നിങ്ങളെ കൂടെ വരുന്നുണ്ട് മൈക്കു. ഇവരെല്ലാം ഷോപ്പിലെ ആൾക്കാരാണ്. അപ്പോൾ കട അടച്ചിട്ട് ഈ ജാഥ കാണാൻ വരുന്നുണ്ടെന്ന് പറയാം. ദീൻ ദയാലേക്ക് ദുകാൻദാർ ഹെ. അപ്പോൾ ദീൻ ദയാൽ എന്താണ്, ഒരു കടക്കാരനാണ്. വോത്തോ പരിവർത്തൻശീൽ പാത്രഹെ, അതായത് ഇങ്ങനെ മാറി മാറി വരുന്ന സാഹചര്യത്തിനൊത്ത് മാറി വരുന്ന ഒരു വ്യക്തിയാണ്. പഹലെ വ സ്വരാജ്യം ക വിരോധ കർത്ത. ആദ്യം സ്വന്തം രാജ്യത്തിലെ ആളുകളെ കൂടി വിരോധമായിരുന്നു. പർ അന്തുമേ വ ഉൻകെ സാത്ത് മിൽ ജാത്തെ. പക്ഷെ അവസാനം വീണ്ടും സ്വരാജികളെ കൂടി ഭയങ്കര കൂടുതൽ അടുക്കുന്നുണ്ട് അവരെ കൂടി തന്നെ. ആരംഭമേ വ ശംഭുനാഥിക്ക് സാത്ത് മിൽക്ക സ്വരാജ്യം പർ ഹസി ഉടാത്തെ. ആദ്യത്തെ ഇത് നമ്മൾ കാണുന്ന ശംഭുനാഥ് എന്നൊരു വ്യക്തിനെ കൂടിയിട്ട് സ്വന്തം രാജ്യത്തെ ആൾക്കാരെ കളിയാക്കുന്ന ഒരു ഇതായിട്ടാണ് കാണുന്നത്. അന്തുമേ, അവസാനം ലാട്ടി ചാർജിക്ക് ഖബർ സുനിക്ക. അവസാനം പടയാളികളെല്ലാവരും ലാട്ടി ചാർജ് ചെയ്തിട്ട് സ്വരം കേട്ടിട്ട് അല്ലെങ്കിൽ ഒരു വാർത്ത കേട്ടിട്ട് ദൂക്കാൻ ബന്ദ് കർക്കെ ജുലൂസ് മേ ഭാഗ് ലേത്ത ഹെ. കടയൊക്കെ അടച്ച് വീണ്ടും ജാഥയിലേക്ക് അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അച്ഛ ഇൻസാൻ അവർ ദേശഭക്തി, അത് ശരിക്കും നല്ലൊരു മനുഷ്യനുമാണ്, പക്ഷെ ഒരു ദേശഭക്തിയായൊരു വ്യക്തിയുമായിട്ടാണ് പിന്നീട് ആദ്യം, അതായത് രണ്ട് സൈഡിലും നിൽക്കുന്നൊരു വ്യക്തിയാണ്. അവസാനം എന്താണ്, ഇംഗ്ലീഷുകാരുടെ നിന്ന് മാറി നമ്മുടെ ഇന്ത്യക്കാരുടെ ഒപ്പം ഭാരതീയരുടെ ഒപ്പം തന്നെ നിൽക്കുന്നൊരു വ്യക്തിയായിട്ടാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള 3 ക്യാരക്ടർ സ്കെച്ചാണ്. ഒന്ന് ഇബ്രാഹിം അലി, രണ്ടാമത്തെ ബീർബൽ സിംഗ്, മൂന്നാമത്തെ ദീൻ ദയാൽ. ഇത് 3 മാത്രമേ ഈ ക്യാരക്ടർ സ്കെച്ച് ഇതിൻ്റെ അകത്തുനിന്ന് പഠിക്കാം കേട്ടോ.